ഈ തിളച്ചു മറിയുന്നത് എന്ത് കറിയാണെന്നോ? ഇത് നല്ല ഒന്നാന്തര ശീലാവ് കറിയാണ് കേട്ടോ. കടലിൽ പോയി പിടിച്ചോണ്ട് വന്നതൊന്നും അല്ല കേട്ടോ. ഇത് ഞങ്ങൾ മീൻ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചതാണ്. ഇത് ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തൊക്കെ എടുക്കട്ടെ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ ഇതാ ക്ലീൻ ആക്കി എല്ലായിടത്തും. ഒന്ന് കഴുകാനായിട്ട് ഇച്ചിരി ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ടാണ് കേട്ടോ ഞാൻ കഴുകിയെടുത്തത്. കഴുകി മുറിച്ച് അത് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കണം. അതെന്താന്ന് വെച്ചാൽ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും കൂടെ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് അടപ്പിലേക്ക് വെക്കാം. ചട്ടി ചൂടായി വരുമ്പോഴേക്കും നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ അങ്ങോട്ട് ഇട്ട് വഴറ്റി എടുത്ത് കഴിയുമ്പോഴേക്കും ഒന്ന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു കഷ്ണം പുളി. ഈ പുളിയും ഉപ്പും കൂടെ ചേർന്ന് ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഗ്രേവിയുടെ ഉള്ളിൽ നന്നായിട്ട് അങ്ങോട്ട് പിടിക്കും. പെട്ടെന്ന് പുളി ഇളകാനായിട്ട് സാധിക്കും. അപ്പോഴേക്കും നമുക്ക് കറി ഒന്ന് തിളച്ച് മീനൊക്കെ ഇട്ട് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പുളിയാവും. പുളി കൂടുന്നു തോന്നുവാണെങ്കിൽ നമുക്ക് ആ പുളി എടുത്ത് മാറ്റുകയും ചെയ്യാം. പൊടിയേക്കാം. അത് വാടി വന്നപ്പോഴേക്കും പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് ആ പൊടിയുടെ പച്ചപ്പ് അങ്ങനെ മാറിക്കഴിയുമ്പോഴേക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ച് നല്ല കുറുകി വരുമ്പോൾ നമുക്ക് ആ മീനൊക്കെ ഒന്ന് പെറുക്കിയിട്ട് കൊടുക്കണം. മീനിട്ട് കറി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും വേണം അതിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ ചിരണ്ടി പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും